ഒരു ശില്പിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണെന്നറിയാമോ? താൻ ഉണ്ടാക്കുന്ന ശില്പത്തിന് ജീവൻ തുടിക്കുക എന്നുള്ളതാണ്. എന്റെ പൊന്നു ദൈവമേ, ഞാനും ഒരു ശില്പം ഉണ്ടാക്കി. എന്റെ അമ്മാവന്റെ ജീവിച്ചിരുന്നപ്പോൾ ഒരു കുറവും ഞാൻ വരുത്തിയില്ല. അതുകൊണ്ട് ശില്പം ഉണ്ടാക്കി ജീവൻ തുടിക്കുന്ന ശില്പം ഉണ്ടാക്കിയത്. അതാണ് രാവിലെ വാ തുറന്ന തെറിയും വൈകുന്നേരം പൈന്റ് മേടിച്ചു കൊടുത്തില്ലേ ഒച്ചപ്പാടും വേളം വേറെ. അവിടെ കിടന്ന് പറയാതെ ധൈര്യം ഉണ്ടെങ്കിൽ മുണ്ടൊന്ന് മാറ്റണം. എനിക്കൊന്ന് കണ്ട് സംസാരിക്കണം. വൃത്തിയോട് പറയല്ലേ കേട്ടാ. വൃത്തിയോട് പറഞ്ഞതല്ല, നീ മുഖത്തിട്ടാക്കണ തുണിയൊന്ന് മാറ്റുമോ? നിന്റെ മുഖം കണ്ട് സംസാരിക്കാനാ. കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. എടാ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു, ഒരാവശ്യവും ഇല്ലായിരുന്നു. അതല്ല, ഈ ഉപ്പുമാങ്ങ ഭരണിക്ക് കയറ് കെട്ടി വെച്ചാക്കോട്ട് വയറിനൂറ്റ് ചരട് കെട്ടിയിരുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നോ? എങ്ങനെ കെട്ടാതിരിക്കും? കയ്യിലിരിപ്പ് അതല്ലേ. എടാ, കയ്യിലിരിപ്പിന്റെ കാര്യം നീ പറയരുത്. നിനക്കും വേണ്ടി മാത്രമാണ് കല്യാണം പോലും കഴിക്കാതെ നിത്യബ്രഹ്മചാരിയായിട്ട് തുടങ്ങി പഴംപുരാണം. അറിയാമോ നിനക്ക്? എന്റെ ആകെയുള്ള ഒരു പെങ്ങളുടെ മോനാ. അവള് ഗർഭിണിയായിരുന്നപ്പോ ജോത്സ്യം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? വയറ്റിൽ കിടക്കുന്നത് രാജകുമാരനാണെന്ന്. ഒരു കുഴപ്പമുണ്ടായില്ല. ഈ രാജകുമാരനെ പ്രസവിച്ച് 3ന്റെ അന്നുണ്ടല്ല, ഇവന്റെ അച്ഛൻ രാജാവ് വൈറ്റാട്ടിനെ കൊണ്ടുപോയി. അതില് മനം നൊന്ത് ഇവന്റെ അമ്മ ഇവിടെ പ്രതിമക്ക് പെയിന്റ് അടിക്കാമെന്ന പ്രതാപനെ കൂടി പോയി. അന്ന് തുടങ്ങി ഇവര് പാല് എടുത്ത് വളർത്തത് ഞാൻ. ഇവര് പാല് വേണമെന്ന് പറയുമ്പോഴേ കവറുപാല് മേടിച്ച് മൂല വെട്ടി കീസയിലിട്ടിട്ട് ഇവര് അമ്മയുടെ എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് ഇവരെ ഞാൻ വളർത്തിയത്. അറിയാവോ? കവറുപാലല്ലേ, അല്ലാണ്ട് പുലിപ്പാലല്ലേ ഇവ നീട്ടിപ്പറച്ച് പറയാനായിട്ട്. നീ അത് പറയുവാടാ, എനിക്കതറിയാം. നീ അത് പറയുമോന്ന് എനിക്കറിയാം. ദൈവമേ, ഇവിടുന്ന് സാധനം എന്തി? ഇവിടുന്ന് ഡയാന രാജകുമാരന്റെ മെഴുകു പ്രതിമ എന്തിയെന്ന്? മെഴുകു പ്രതിമ? എടാ, നീ എന്നും രാത്രി എന്നെ ഒറ്റയ്ക്ക് ഇട്ടുകൊണ്ട് പോകൂലേ? എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാ? ഇന്നലെ രാത്രി വിളക്കത്തിച്ചിരുന്ന് ഞങ്ങള് കുശലം പറഞ്ഞതാ. ഡയാന മയോണസ് പോലെ ഒഴുകിപ്പോണ്ടായിരുന്നു. ദൈവമേ, ഞാൻ ഈ പ്രതിമയുടെ ഓർഡർ കൊടുത്തവരാണ് സമാധാനം പറഞ്ഞു. എടാ, അതിന് നീ സമാധാനം പറഞ്ഞില്ല. അതുപോലത്തെ 10 ഞാൻ ഉണ്ടാക്കി തരുമല്ല. എന്തിന്റെ? മെഴുകിന്റെ. ഇയാൾ എന്നിട്ട് ഉടക്കണം മെഴുകാനല്ലേ? മിണ്ടല്ലേ, ആരോ വണ്ടിയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ വല്ല പ്രേതബാധയാണെന്ന് പറഞ്ഞ ആൾക്കാർ വന്ന കസ്റ്റമർ ആ വഴിക്ക് പോകും. ഞാനിവിടെ നിൽക്കണെങ്കിൽ എന്താ ഒരക്ഷരം മിണ്ടാണ് നിൽക്കരുത്. പിന്നെ നിങ്ങൾക്കൊരു മെനകെട്ട സ്വഭാവമുണ്ട്. ആരെങ്കിലും ഉമ്മർത്ത് കയറി വരുമ്പോ ആരത് എല്ലാത്തിനാ വന്നത്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. ദൈവത്തെ ഓർത്ത് മിണ്ടരുത് കേട്ടാ. മിണ്ടരുത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതാ കുഴപ്പം. ഞാൻ എന്നാങ്കിലും പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അവിടെ നിന്ന് ഇവിടെ എങ്ങാനും ഇറങ്ങി വന്നാ ദൈവത്തിനാണ് ഈ ചുറ്റി വെച്ചാൽ തലയാനടിച്ച് തപ്പിച്ചു കളയും. പറഞ്ഞല്ലോ, മര്യാദ കവർത്തനല്ലേ. ഈ കച്ചവടമെങ്കിലും മര്യാദക്ക് നടത്തണം. നിങ്ങൾ ഒരാളെ ഇവിടെ വന്ന കച്ചവടം മുഴുവൻ നശിപ്പിക്കണം. അറിയാലോ? ഉണ്ടാണ്ടിരുന്നോണം. അമ്മ പറഞ്ഞു അച്ഛൻ മരിച്ചു പോയെന്ന്. സാരയില്ല, പക്ഷെ ചെലവില്ല. ചെലവോ? അച്ഛൻ മരിച്ചു. അല്ല, എന്തായാലും ചെലവല്ലേ. ചെലവൊക്കെ ശരിയാണ്. പക്ഷെ അമ്മക്ക് ഒരു പ്രത്യേകതയുണ്ട്. അമ്മ പറഞ്ഞു അച്ഛന്റെ ഒരു അങ്ങാടിയിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റിയ ഒരു പ്രതിമ വേണം. 2 മാസം കൊണ്ട് ഉണ്ടാക്കി തരാം. അയ്യോ, 2 മാസം പറ്റൂല. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ കൊണ്ടുവന്ന ഇപ്പൊ തന്നെ പണി തുടങ്ങാം. ആരാ? അച്ഛന്റെ ഫോട്ടോയാ. ഈ പ്രതിമ ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് എന്റെ അച്ഛൻ നേരിട്ടൊന്ന് കാണാനായിട്ട്. പക്ഷെ എന്നാലും അമ്മ പറയുമായിരുന്നു എന്നെ വാർത്തു വെച്ചാക്കിയാണെന്ന് അച്ഛൻ. എന്റെ അതേ രൂപമാണ്. അപ്പൊ ഈ രൂപത്തിലും ഭാവത്തിലുള്ള ഒരു പ്രതിമ ആയാലും മതി. ഈ രൂപത്തിലുള്ള ഒരു 10 മിനിറ്റ് നേരത്തെ പറഞ്ഞു 2 മാസം പോകുമെന്ന് പറഞ്ഞു. ഈ രൂപല്ലേ ഇച്ചിരി ചെടി എടുത്ത് ഉണ്ട പിടിച്ച് 4 ചപ്പിളിച്ച് കഴിഞ്ഞാൽ ഈ രൂപം മോന്ത ഉണ്ടാകൂലേ? എങ്ങനെ ചപ്പിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എനിക്കൊരു നിർബന്ധമുണ്ട്. എന്റെ അച്ഛന്റെ പ്രതിമ പണിയുമ്പോ അച്ഛന്റെ വായ ഇങ്ങനെ പിളർത്തിരിക്കണം. വാ വിളിച്ചിരിക്കാൻ പുള്ളി വായി നോക്കിയല്ലാണോ വാ വിളിച്ചു? അതല്ല, ഈ വാ വിളിച്ച പ്രതിമ കൊണ്ട് നമ്മൾ അങ്ങാടിയിൽ വെക്കും. അപ്പൊ ഈ അങ്ങാടി കുരുവികളില്ലേ, അത് അച്ഛന്റെ വായിൽ വന്നിങ്ങനെ കൂടുകൂട്ടും. അതിനകത്തൊരു കുരുവി കുഞ്ഞിനെടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വളർത്തും. എന്നിട്ട് അച്ഛന്റെ ജീവന്റെ തുടിപ്പ് ഞാൻ അതിനകത്ത് നിന്ന് കാണും. എടാ വേട്ടാവളിയാ, എന്തോ ഈ അങ്ങാടി കുരുവിക്ക് വേണ്ടിയാണ് ഇത്രയും കാശ് മുടക്കണത്. അത് കമ്പനി ഇച്ചിരി ചക്കപ്പശ തേച്ച് ആ ജംഗ്ഷനിൽ കൊണ്ടുവച്ച പ്രശ്നം തീരിയല്ലേ? എന്തൊക്കെയായാലും എനിക്ക് കുഴപ്പമില്ല. അച്ഛന്റെ ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമ വേണമെന്നാണ് അമ്മ പറഞ്ഞാക്കുന്നത്. ജീവൻ തുടിക്കുന്ന പ്രതിമ? നിങ്ങൾ ഭാഗ്യവാനാ, ഇവിടെ ഒരു ജീവൻ തുടിക്കുന്ന പ്രതിമയുണ്ട്. അതുകൊണ്ട് എന്നാ പിന്നെ ഞാൻ കൊണ്ടോട്ടെ. അല്ല, അത് അനുവാദം ചോദിക്കണം. അനുവാദമല്ല, അത് ചെറിയൊരു മിനുക്കുമണിയുണ്ട്. ഇന്ന് പോയിട്ട് നാളെ റെഡിയാക്കിയേക്കാം. നാളെ വന്നാൽ കിട്ടും. നാളെ വന്നാൽ കിട്ടും. അഡ്വാൻസ് സാധാരണ എനിക്ക് എല്ലാം കൂടി ഒരുമിച്ച് കിട്ടാറ് മതി. മറ്ററിയാലോ എല്ലാം റെഡിയാക്കി തരാം. നോക്ക്, ആരാണോ ഈ സമയത്ത് വിളിക്കണത്? ഹലോ ആരാള്? മറ്റേ ജംഗ്ഷനിൽ MLA പ്രതിമ ഉണ്ടാക്കി വെച്ച ആളല്ലയോ? അതെ അതെ, ഞാൻ തന്നെ. അടിപൊളിയല്ലേ? ജീവൻ തുടിക്കുന്ന പ്രതിമ എന്ന് പറഞ്ഞിട്ട് പൂർണ്ണതയില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ പൂർണ്ണമായിട്ട് ഉണ്ടാക്കില്ല. എന്തെങ്കിലും ചെറിയൊരു കുറവിട്ടേ ഉണ്ടാക്കുള്ളൂ. ചെറിയ കുറവല്ല, പിന്നെ വലിയ കുറവാ. എന്തിന്റെ കുറവ്? തുണിയുടെ കുറവ്. ഞങ്ങളൊരു കാറ് പിടിച്ചങ്ങോട്ട് വരാനിരിക്കും. പെണ്ണുങ്ങളൊക്കെ 4 വഴിക്ക് ഓടുന്നു. എന്തിനാണ് കാർ പിടിച്ചു വന്നത്? എന്തിനാ കാർ പിടിച്ചു വന്നത്? തന്റെ കുടലെടുക്കാൻ. ഇവരെയൊക്കെ വിളിച്ചതും തന്നെ അപകടം. ഓർഡർ അമ്മാവാ. നീ എന്റെ വീട്ടിൽ നീ ഓർഡർ? അയ്യോ അതല്ല, ഒരു പ്രതിമക്ക് വന്ന് ഓർഡറാന്ന്. നീ തുണിയൊന്ന് മാറ്റി. പിന്നെ ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ. ജംഗ്ഷനിൽ ഒരു കോടീശ്വരന്റെ അച്ഛനായിട്ട് നിൽക്കാൻ വാവളിച്ച് നിൽക്കേണ്ട അവസരം ഉണ്ടായിരുന്നു. പോയാലോ? ആ കോടീശ്വരനെ ഞാൻ കണ്ടായിരുന്നു. ദൈവത്തെ ഓർത്ത് നിന്നോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നീ അവന്റെ കൂടെ എന്നെ പറഞ്ഞു വിടരുത്. അമ്മാവ ഇതുപോലെ ഭാഗ്യം ഇനി വരാനുണ്ടോ? എന്ത് ഭാഗ്യമാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നീ അവനെ കൂടെ പറഞ്ഞു അയക്കണ്ടെങ്കിൽ എന്റെ ഉള്ള ജീവനെടുത്ത് ഏതെങ്കിലും ഒരു പ്രതിമക്ക് വെച്ചിട്ട് പ്രതിമയായിട്ട് വിട്ടാച്ചാൽ മതി.
എടാ അവന്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ എന്റെ ഉള്ള ജീവൻ എടുക്കുവല്ലേ. ദൈവമേ, അപ്പൊ ഇനിയും ഞാൻ പ്രതിമ ഉണ്ടാക്കേണ്ടി വരുമോ? അതെന്റെ മൂത്ത മോനല്ലേ. അയ്യോ, സത്യത്തിൽ നിങ്ങൾ ആരാന്നാ പറഞ്ഞ? നിത്യബ്രഹ്മചാരി. നിങ്ങൾ നിത്യബ്രഹ്മചാരി അല്ല, പിന്നെ നിങ്ങൾ നിത്യവും